പ്രകൃതിയുടെ താളപ്പിഴകൾ കേരളത്തിന്റെ ദൈനംദിന ജീവിതത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും മേൽ കരിനിഴൽ വീഴ്ത്തുന്ന കാഴ്ചയാണ് ഈ വർഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാന്തസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന താപവർദ്ധനവായ എൽ നിനോ പ്രതിഭാസം ഇത്തവണ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ കേവലം ആശങ്കകളല്ല, മറിച്ച് നാം നേരിടാൻ പോകുന്ന വലിയൊരു യാഥാർത്ഥ്യമാണെന്ന് തെളിയുകയാണ്. സാധാരണ ലഭിക്കേണ്ട കാലവർഷത്തിൽ വലിയ കുറവുണ്ടാകാനും അതേസമയം ലഭിക്കുന്ന മഴ തന്നെ അപ്രതീക്ഷിതമായി അതിതീവ്രമായി പെയ്തിറങ്ങാനുമുള്ള സാധ്യതയാണ് എൽ നിനോ സൃഷ്ടിക്കുന്നത്. ഡാമുകളിലെ ജലനിരപ്പ് കേവലം 21% ചുരുങ്ങിയെന്ന KSEBയുടെ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന വലിയൊരു ഊർജ പ്രതിസന്ധിയുടെ സൂചന നൽകുന്നു. കാറ്റുകളെ ദുർബലപ്പെടുത്തുന്ന എൽ നിനോ ഒരേ സമയം കടുത്ത വേനലിന്റെയും അപ്രതീക്ഷിത പ്രളയങ്ങളുടെയും ഇരട്ട പ്രഹരമാണ് കേരളത്തിന് നൽകുന്നത്. വയനാട്ടിലടക്കം അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടലുകളും മിന്നൽ പ്രളയങ്ങളും മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുടെ പ്രത്യാഘാതങ്ങളാണ്. 2026 ഒരു സൂപ്പർ എൽ നിനോ വർഷമായി മാറാൻ സാധ്യതയുണ്ടെന്ന ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തലുകൾ കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ അടിയന്തരമായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. വരാനിരിക്കുന്ന കുടിവെള്ളക്ഷാമം നേരിടാനും കാർഷിക മേഖലയിലുണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ കുറയ്ക്കാനും വൈദ്യുതി വിതരണത്തിലെ പ്രതിസന്ധി മറികടക്കാനും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്യണം. ദുരന്തങ്ങൾ സംഭവിച്ച ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന രീതിക്ക് പകരം ശാസ്ത്രീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മുൻകരുതലുകളാണ് കേരളത്തിന് ആവശ്യം. എന്തായാലും കാലാവസ്ഥാ വ്യതിയാനം ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒന്നല്ല, അത് നമ്മുടെ വാതിക്കൽ എത്തി നിൽക്കുന്ന ദുരന്തമാണെന്ന തിരിച്ചറിവോടെ വേണം ഭരണകൂടവും പൊതുസമൂഹവും മുന്നോട്ടു പോകാൻ. ശാസ്ത്രീയ മോഡലുകൾ സൂചിപ്പിക്കുന്നത് 2026 അവസാനത്തോടെ ഈ പ്രതിഭാസം അതിന്റെ പരമാവധി ശക്തി പ്രാപിക്കുമെന്നാണ്. 1950-ൽ ആധുനിക കാലാവസ്ഥാ നിരീക്ഷണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ എൽ നിനോ പ്രതിഭാസങ്ങളിൽ ഒന്നായി ഇത് മാറിയേക്കാം. അതിതീവ്രമായ എൽ നിനോ ആയി ഇനി മാറാൻ 69% സാധ്യതയുണ്ടെന്നും NOAA തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ അറബിക്കടൽ ചൂടുപിടിച്ചുള്ള നീരാവി രൂപവൽക്കരണവും അതുണ്ടാക്കുന്ന കൂമ്പാരമേഘങ്ങളും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നതിനിടയിലാണ് പസഫിക്കിൽ നിന്നുള്ള എൽ നിനോ സ്വാധീനം മൂലമുള്ള അന്തരീക്ഷ മാറ്റവും ഉണ്ടാവുക. ജനസാന്ദ്രതയും മനുഷ്യനിർമ്മിതികളും പൊതുവെ കൂടിയ സംസ്ഥാനമാകയാൽ കേരളത്തിൽ ഇവയുണ്ടാക്കുന്ന ആഘാതങ്ങൾ പല ഇരട്ടിയായി മാറും. പല ഘടകങ്ങൾ ചേർന്നു വരുന്നതിനാൽ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് പ്രയാസം വന്നേക്കാം. ഓഗസ്റ്റ് ആദ്യം സംഭവിച്ചതുപോലുള്ള തീവ്ര മഴകളുടെ വരവും പോക്കും എല്ലാം പ്രവചനങ്ങൾക്കും അപ്പുറമായിരുന്നു.